പ്രിൻറ്റു, ഇതേ വിഷയത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ സുപ്രീം കോടതിയും നൽകുന്ന ഡയറക്ഷൻസ് ഉണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടല്ലേ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ചാൻസലർ കൂടിയായ ഗവർണർ ആർലേക്കർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഭരണഘടനയുടെ സംരക്ഷകനും ഈ ജനാധിപത്യ മൂല്യങ്ങൾക്ക് എല്ലാ സമയത്തും വലിയ വാല്യൂ കൊടുക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ ഗവർണർമാരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറെ പോലെ ഒരു ഉന്നത സ്ഥാനത്ത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ ഈ കോടതി അലക്ഷ്യ നടപടിയുമായിട്ട് പോകാൻ മാത്രം മണ്ടനല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. ഈ സുപ്രീം ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി, ആ വിധിയെ സത്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇന്ന് നിയമമന്ത്രിയും ഇപ്പോൾ ഈ ചർച്ചയിൽ അടക്കം ചെയ്യുന്നത്. സത്യത്തിൽ ആർലേക്കർ നിയമവിരുദ്ധമായിട്ടോ യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടോ ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെയാണ് സംഘപരിവാറിൻ്റെ കേരള വിരുദ്ധതയാവുക? നിങ്ങളിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം കേരള വിരുദ്ധത എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും സംഘപരിവാർ ഒരിക്കലും ഈ കേരളത്തിനെതിരെ പ്രവർത്തിക്കാൻ പോകുന്നതല്ല. സത്യത്തിൽ ആർലേക്കറും ഈ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ വന്നപ്പോഴാണ് ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകളായിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പൊൻകിരണങ്ങൾ അല്പമെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എത്തിയെന്നുള്ള വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനപ്പുറത്ത് അപ്രമാദിത്വം തന്നെയായിരുന്നു. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉരുക്കുകോട്ടകളാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ പ്രത്യയശാസ്ത്രപരമായിക്കൊണ്ട് അർഹതയുള്ളവരെ അനർഹരായിട്ടുള്ള അനവധി ആളുകളെ തിരികെ കയറ്റാൻ ഒരു ഇടം മാത്രമായിരുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു മാറ്റം വന്നത് സത്യത്തിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറും വന്നതിന് ശേഷമാണ്. ആർലേക്കർ കുറച്ചും കൂടി വൈകാരികമായിട്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പക്ഷേ വൈകാരികമായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ടാകാം. പക്ഷേ വളരെയധികം പക്വതയായിരുന്ന ഒരു നിലപാട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ പോകുന്നത്, ചാൻസലർ എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടി എങ്ങനെയാണ് അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യുക? അങ്ങ് ആ വിധി കൃത്യമായിട്ട് അതാണ് ഞാൻ പ്രിന്റിനോട് ചോദിക്കുന്നത്. താങ്കൾ പറയുന്നു ദുർവ്യാഖ്യാനം ചെയ്യുന്നു, താങ്കളോട് തന്നെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ മറ്റ് രാഷ്ട്രീയ വിശദീകരണത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് തന്നെ സംസാരിക്കാം. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ നിയമമന്ത്രി അടക്കം ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രിന്റു ആ ഉത്തരവിനകത്തേക്ക് പോയി അതിനെ നിങ്ങളുടേതായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കൂ, ശരിയായി വ്യാഖ്യാനിക്കൂ. നിങ്ങൾ പറയുന്നത് പോലെ എന്താണ് ആ വ്യാഖ്യാനം? കേൾക്കട്ടെ. അല്ല, അതിനകത്ത് നിങ്ങൾ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു സാങ്കേതിക ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന് അണ്ടിൽ ഫർദർ എന്ന് പറയുന്ന സംവിധാനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ചാൻസലർക്ക് പോകാൻ സാധിക്കില്ല. അതിനകത്താണ് കൃത്യമായിട്ട് ക്ലാരിറ്റി, അതായത് അണ്ടിൽ ഫർദർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആദ്യം ഇറക്കിയിട്ടുള്ള ചാൻസലറുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം. അതെ, അണ്ടിൽ ഫർദർ ഓർഡർ, അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ആ സാങ്കേതികത്വം പിടിച്ചുകൊണ്ട് ചാൻസലർ എന്ന രീതിയിൽ ഗവർണർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലളിതമായി ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. അതായത് താങ്കൾ പറഞ്ഞത്, പ്രിന്റു പറഞ്ഞത് കുറച്ചുകൂടി ലളിതമായി വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. അതായത് നേരത്തെ തന്നെ ഇങ്ങനെ താൽക്കാലിക VCമാരെ നിയമിക്കാൻ അണ്ടിൽ ഫർദർ ഓർഡേഴ്സ്, അതായത് അടുത്തൊരു ഉത്തരവ് വരുന്നതുവരെ നിങ്ങളായിരിക്കും ഇനി ഈ സർവകലാശാലകളുടെ താൽക്കാലിക വൈസ് ചാൻസലർമാർ എന്ന നിലയിൽ ഉത്തരവിറക്കിയപ്പോൾ കോടതികൾ പറഞ്ഞു, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത് ഹൈക്കോടതിയാണ്, പറഞ്ഞു അങ്ങനെ ഇറക്കാൻ കഴിയില്ല. അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് അല്ല, പരമാവധി ഒരു താൽക്കാലിക വൈസ് ചാൻസലർക്ക് ഇരിക്കാൻ കഴിയുന്നത് 6 മാസമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ഇനി എൻ്റെ അടുത്ത ഉത്തരവ് വരുന്നവരെ നിങ്ങൾക്കാണ് ഈ ഭരണ ചുമതല എന്ന് പറഞ്ഞപ്പോൾ കോടതി അതിനെ വെട്ടി. അത് ശരിയല്ല എന്ന് പറഞ്ഞു, നിയമവിരുദ്ധമാണ്. അത്രയും പ്രിന്റു സമ്മതിച്ചു. ഞാൻ ചോദിച്ചത്, സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നു കഴിഞ്ഞല്ലോ, അതിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സർക്കാർ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. താങ്കൾ വ്യാഖ്യാനിക്കൂ, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഗവർണർക്ക് അനുകൂലമായി എന്ന് പറയാൻ കഴിയുന്ന ഇന്നത്തെ ഉത്തരവിന് അനുകൂലമായി എങ്ങനെയാ ആ ഉത്തരവിനെ താങ്കൾ വ്യാഖ്യാനിക്കും? കേൾക്കട്ടെ. അല്ല, ഇതിനകത്ത് നോക്കൂ, ദസ് പ്രോസസ് മേ ടേക്ക് സം ടൈം. ഹവർ ഡ്യൂറിംഗ് ദ ഇന്ററിം പീരീഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ ദ ചാൻസലർ ടു ഇഷ്യൂ എ ഫ്രഷ് നോട്ടിഫിക്കേഷൻ അപ്പോയിന്റിംഗ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ അലോവിംഗ് ദ പെർട്ടിക്കുലർ പേഴ്സൺ ഓൾറെഡി ഓക്യുപ്പൈയിങ് ദ ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 13(7). നിങ്ങൾ മനസ്സിലാക്കണം, സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ചാൻസലർമാരായിട്ടുള്ള ആളുകൾക്ക് തുടരാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. വൈസ് ചാൻസലർക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്യാം, പ്രൊവൈഡഡ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? താങ്കൾ തന്നെ പറഞ്ഞു 13(7) എന്ന് പറഞ്ഞത് എന്താണ്? ഒന്ന് പറഞ്ഞു തരാമോ? 13(7) സെക്ഷൻ 13(7) എന്ന് പറയുന്ന സർവകലാശാല നിയമം എന്താണ് പറയുന്നത്? അല്ല, 13(7) KTUവിൻ്റെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അതിനകത്തും കൃത്യമായിട്ട്
അല്ല, അതിനകത്തും നിങ്ങൾ മനസ്സിലാക്കണം, അതിനകത്തും സർക്കാർ പറഞ്ഞ ആളുകളെ തന്നെ വെച്ചോളം എന്നുള്ള ഒരു നിബന്ധനയും 13.7 എന്താണെന്ന് പറഞ്ഞാൽ മതി. സെക്ഷൻ 13.7 അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല നിയമത്തിന്റെ സെക്ഷൻ 11.10 ഇതിന് രണ്ടിനും വിധേയപ്പെട്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെയില്ലെങ്കിൽ സുപ്രീം കോടതി അത് പറയുമോ? സുപ്രീം കോടതി പറഞ്ഞാൽ പോരെ ചാൻസലറായിട്ടുള്ള ചാൻസലർക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻസ് ഇറക്കാം എന്ന് പറഞ്ഞാൽ പോരെ? ആ ഫ്രഷ് നോട്ടിഫിക്കേഷൻസ് ഇറക്കേണ്ടത് ഈ രണ്ട് സെക്ഷൻസിനും, KTU ആക്ടിൻ്റെ 13.7 ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൻ്റെ 11.10 അതിന് റെസ്പെക്റ്റീവ്ലി അതിനനുസരിച്ച് വേണം ഫ്രഷ് നോട്ടിഫിക്കേഷൻ ചാൻസലർ ഇറക്കാൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് നിയമങ്ങളിലെയും ആ ചട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ആ ചട്ടങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലേ സുപ്രീം കോടതി ഉത്തരവ് ഇങ്ങനെ വരുമോ? സുപ്രീം കോടതി തമാശക്കാണോ രണ്ട് സെക്ഷൻ എഴുതി വെക്കുന്നത്? നിങ്ങൾ പാരഗ്രാഫ് 20 പാരഗ്രാഫ് 20 നിങ്ങളൊന്ന് പാരഗ്രാഫ് 20 കൃത്യമായി നിങ്ങൾ തന്നെ സമ്മതിച്ചു. സെക്ഷൻ 13.7 11.10 സുപ്രീം കോടതി ഒരിക്കലും മാറ്റുന്നില്ല സാർ. പറഞ്ഞു തരൂ. സുപ്രീം കോടതി ഓർഡറിലെ പാരഗ്രാഫ് 20 എന്താ പറയുന്നത്? അങ്ങ് പാരഗ്രാഫ് 20 നോക്കൂ. അതാ നമ്മൾ സംസാരിച്ചേ 20 തന്നെയാണ്. 20-നെ കുറിച്ച് തന്നെയാണ്. പിന്നെ പാരഗ്രാഫ് ഇല്ല, 20 അവസാനിക്കുകയാണ്. സാർ തുടരാം എന്ന് പറയാൻ അതിനർത്ഥം എന്താ? അല്ല, നിങ്ങൾ ഫ്രഷ് നോട്ടിഫിക്കേഷനിലൂടെ കൂടിയിട്ട് പഴയ ആളുകൾക്ക് തുടരാമെന്ന്. അയ്യോ അല്ല കേട്ടോ, തെറ്റാണ്. ശരി, ഓക്കെ. ഏതായാലും പ്രിന്റു അത്രയും പറഞ്ഞല്ലോ. ഇപ്പൊ സത്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് BJP പ്രതിനിധിയാണ്. ക്ലിയർ ഇല്ലെങ്കിൽ പ്രേക്ഷകൻ കേൾക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ വി ക്ലാരിഫൈ ദാറ്റ്. അതായത് സുപ്രീം കോടതിയുടെ കേട്ടിട്ട്, അതായത് സുപ്രീം കോടതിയുടെ കേൾക്കൂ, സുപ്രീം കോടതിയുടെ 20ാമത്തെ പാരഗ്രാഫ് ഞാൻ പറഞ്ഞല്ല, പ്രിന്റു പറഞ്ഞതാണ്, ഞാൻ വായിക്കാം. വി ക്ലാരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്യുന്നു ദാറ്റ് ഇറ്റ് ഷാൽ ബി ഓപ്പൺ ഫോർ ദ ചാൻസലർ ടു ഇഷ്യൂ ഫ്രഷ് നോട്ടിഫിക്കേഷൻസ്. ആരും ഒന്നും ചേർത്തിട്ടില്ല. ശരിയാണ്, ചാൻസലർക്ക് അങ്ങനെ ഫ്രഷ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാം എന്ന് കോടതി പറഞ്ഞു. എങ്ങനെ എന്നതിൻ്റെ പുറകെ പറയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നോട്ടിഫിക്കേഷൻസ് ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടിന്യൂയിങ് വിത്ത് ദി പ്രസൻറ്റ് വൈസ് ചാൻസലേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 13.7 and section 11.10 respectively of the two enactments for the appointment of vice chancellors in both the universities എന്നാണ് പറഞ്ഞിട്ടുള്ളത്.